എന്നെ കിടന്ന് വിളിക്കാനല്ല പറഞ്ഞത്. ഇടി ആ മനുവിനെ വിളിക്കടി. ഞാനിപ്പോ എന്തിനാ മനുവിനെ വിളിക്കുന്നേ? എന്ത് നീ 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 എന്തിനാ 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 വിളിക്കുന്നോ? ഇടി പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണായിരുന്നു. കണ്ട ചെറുക്കന്മാരെ പ്രേമിച്ച് നടന്നാലേ ഇത് എങ്ങനെ ഇരിക്കും? പഠിക്കാൻ വിട്ടത് അമ്മയായിരിക്കും, പക്ഷെ ഫീസ് എന്നെ പഠിപ്പിച്ചത് മനുവാ. അതൊക്കെ അങ്ങ് പണ്ട്. ഇപ്പൊ അവന്റെ കയ്യിൽ 5 പൈസ ഉണ്ടാ? ഇല്ല, അതെല്ലാം മേടിച്ചെടുക്കാൻ പറഞ്ഞതും അമ്മയില്ലയോ? അപ്പൊ നിനക്ക് അറിയാതൊക്കെ ഇല്ലാന്നുള്ളത്. എന്നാ പിന്നെ അവനങ്ങ് ഒഴിവാക്കിക്കൂടെ? എന്നിട്ട് ഞാൻ എന്തോ ചെയ്യുന്ന കൊണ്ടൊന്ന് പറഞ്ഞാട്ടെ. അതിന്റെ അല്ല മോളെ, നാളെ ഒരു കല്യാണ ചെറുക്കൻ നിന്നെ കാണാൻ വരുന്നത്. ഇടി അവൾ അല്ലറച്ചിലക്കാരനല്ല. മാസേ 1 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നത്. എത്ര? 1 ലക്ഷം. ദും 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 നാദം 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 ദും 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 നാദം നാദം നാദം. നിനക്ക് വയ്യടി? സന്തോഷം കൊണ്ടാമേ. എന്നാ പിന്നെ മനുവിനെ വിളിക്കല്ലേ? വിളിക്കടി. അവനെ വിളിച്ച് നല്ലൊരു തേപ്പ് അങ്ങോട്ട് കൊടുക്ക്. ഹലോ, ഞാനല്ല 3 വർഷം നമ്മളെയോ മനു റേഞ്ചില്ല, കട്ട് ചെയ്തിട്ട് ഞാൻ ഒന്നുകൂടെ വിളിക്കാവേ. റേഞ്ചില്ലാത്തല്ല, അമ്മൂന്റെ മനു ഏങ്ങുവാ. എന്തിനാ അമ്മുന്റെ മനു ഏങ്ങണേ? എങ്ങനെ ഏങ്ങാതിരിക്കും? നമ്മുടെ കാര്യം പറഞ്ഞോടി വീട്ടിൽ പറഞ്ഞു. നടക്കൂല മനു, നമുക്ക് പിരിയാ. അമ്മ എന്തോ പറഞ്ഞേ? അമ്മ ഒന്നും പറഞ്ഞില്ല, ഇവിടെ ഒന്ന് ആക്ഷൻ കാണിക്കുവാ. അതല്ല, അമ്മ എന്തോ പറഞ്ഞേ? പിരിയാം മനു, പിരിയാം. ഈ ജന്മം അല്ലെങ്കിലും അടുത്ത ജന്മം നമുക്ക് ആ ബുർജ് ഖലീഫയുടെ ഉയരങ്ങളിൽ ഒന്നിക്കാം. എന്നാലും എന്റെ പൈസ വലിപ്പിക്കുന്ന സ്വപ്നമേ നീ കാണുമല്ലേടി? അങ്ങനൊന്നും പറയല്ലേ മനു. നമ്മുടെ കല്യാണം നടത്തി തരണമെന്ന് പറഞ്ഞത് പിന്നെ അമ്മ ഇവിടെ തളർന്നു വീണ് കിടപ്പാ. 1 മിനിറ്റ്, 1 മിനിറ്റ് മനു. വീഡിയോ കോൾ അല്ലേ ഇത്? ഓവറാക്ഷൻ കാണിച്ചോ എനിക്കോട്ട് മനു. എന്തൊക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ ഇന്ന് വരും, നീ എന്റെ കൂടെ ഇറങ്ങി വരണം. അങ്ങനൊക്കെ പറഞ്ഞാൽ ചിലപ്പോ നീ ആദ്യം ആ തത്തക്കൂടിന്റെ അടുത്തങ്ങ് മാറുവോ? ഭയങ്കര അരോചകം. മനു മനു, അയ്യോ അമ്മേ, അമ്മ ഫോൺ തട്ടി പറിക്കല്ലേ അമ്മ. അമ്മ മനുവിനോട് ഞാൻ 2 വാക്ക് പറഞ്ഞു. അമ്മ എന്നെ അടിക്കല്ലേ അമ്മ, എന്നെ അവനെ അടിക്കല്ലേ അമ്മ. അമ്മ അയ്യോ മനു, അമ്മ ഫോൺ തട്ടി പറിക്കുന്നു. മനു 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 മനു. തളർന്ന് കിടക്കുന്ന തള്ള എങ്ങനെയാണ് ഈ ഫോണ് തട്ടിപ്പറിക്കുന്നേ? ഓ, അപ്പൊ എന്നെ വിശ്വാസം ഇല്ലല്ലേ? ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. എങ്ങനെയുണ്ട്? അമ്മ വേലി ചാടുമ്പോ മോള് കുറഞ്ഞതൊരു ഇന്ത്യ ഗേറ്റെങ്കിലും ചാടണ്ടായി അമ്മേ. ആദ്യം നാളെ എന്നെ കാണാൻ വരുന്ന പയ്യൻ വെളുപ്പിന് ഒരു 5:05 ആകുമ്പോ വരുമായിരിക്കും അല്ലയോ? പിന്നെ അവനോട് പത്രടാൻ വേണ്ടി വരുവാണല്ലോ. ഒരുങ്ങാൻ സമയം കിട്ടണം. അല്ലമ്മേ, അവര് വരുമ്പോ ഞാൻ എന്താ ഇടേണ്ടത്? സാരി ഉടുക്കണോ അതോ ചുരിദാർ ഇടണോ? അമ്മയുടെ അഭിപ്രായത്തിൽ ഞാൻ എന്താ ഇടേണ്ടത്? നീ എന്തേലൊക്കെ ഒന്ന് ഇട്ടാ മതി. മണി എത്രയാ നോക്ക്. അയ്യോ 10 മണിയായി. മനു ഇപ്പൊ വീഡിയോ കോൾ വിളിക്കും. എന്തോന്നേ? അല്ല, ഇന്നലെ പറഞ്ഞതിന്റെ ഓർമ്മയിൽ വന്നു. കിടന്നുറങ്ങടി. ഉറക്കം വരണ്ടേ? കിടന്നുറങ്ങടി. ഉറക്കം വരുന്നില്ലെന്ന്. ഇടി കിടന്നുറങ്ങ. ഉറക്കം വരാൻ ഞാൻ എങ്ങനെ കിടന്നുറങ്ങും? ഇടി മോളെ, നാളെ കച്ചർക്കൻ നിന്നെ പെണ്ണ് കാണാൻ വരുന്നല്ലേ? അപ്പൊ മോളെ മൂക്കൊക്കെ വാടി കരിഞ്ഞിരിക്കൂലേ? തിരിഞ്ഞു പോകും നിനക്കിനി കഥ മറക്കുവാനേ കഴിയൂ. പിരിഞ്ഞു പോകും നിനക്കിനി കഥ. അടുത്ത ഏതവനെ ചതിക്കാന്നുള്ള സ്വപ്നം കാണുമായിരിക്കും അല്ലേ? അതെ. ആരാത്? സുനു എന്താ ഇവിടെ? വിനു എന്താ ഇവിടെ? അല്ല, അനു എന്താ ഇവിടെ? എന്നാലും എവളും മനു എന്ന് പറയൂല. മനു എന്താ ഇവിടെ? നിന്റെ കല്യാണമാണെന്ന് അറിഞ്ഞ അപ്പൊ സദ്യ ഉണ്ടിട്ട് പാന്ന് പറഞ്ഞു വന്നയാ. അയ്യേ, വിളിക്കാത്ത കല്യാണത്തിനുണ്ടാ വരെ മനു നാണമില്ലേ? നിനക്കങ്ങ് നാണവും മാനവും ഉണ്ടല്ലേ? എന്റെ ഉണ്ടായിരുന്ന പൈസ എല്ലാം ഊറ്റി ചതിച്ചി. അയ്യോ, അങ്ങനെ പറയല്ലേ. അപ്പൊ വഞ്ചകി. അയ്യോ, നിർബന്ധിച്ചിട്ടാ മനു. അമ്മയാ? അല്ല, ഞാൻ. എനിക്കറിയാം, നിർബന്ധിക്കുന്ന നീ തന്നെ ആയിരിക്കും. അമ്മ നമ്മുടെ കാര്യം അറിഞ്ഞപ്പോ തന്നെ അമ്മ തളർന്നു വീണ് കിടപ്പാ മനു. എന്തിനാണ് ഈ കള്ളം പറയുന്നത്? നിന്റെ അമ്മ കുരങ്ങണക്ക് അപ്പുറത്ത് പറമ്പിൽ കിടന്ന് തേങ്ങ പറക്കുന്നത് ഞാൻ കണ്ടായിരുന്നല്ലേ? ഇവരോട് ഞാൻ പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് തേങ്ങ പറക്കാൻ പോവല്ലേ? വാ, നമുക്ക് പോകാം. ഞാൻ വരൂല. ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തട്ടിക്കൊണ്ട് പോകും. തട്ടിക്കൊണ്ട് പോവാ? ഞാൻ എന്ത് TVSന്റെ ടയറോ? നല്ല കോമഡി. ഈ കോമഡി ഞാൻ വരൂല. ഞാൻ വരൂലെന്ന് പറഞ്ഞാൽ ഞാൻ വരൂല. നീ വരൂലേ? കയറ്. ഇത് ഞാൻ എങ്ങനെ കയറും? ഇതിനകത്തോടെ കയറാനല്ല പറഞ്ഞേ, ഇത് കയറ്. ഈ കയറുകൊണ്ടാണ് ആ ഉത്തരത്തിൽ ഞാൻ തൂങ്ങിച്ചാവും. ഉറപ്പാണോ? ഉറപ്പായിട്ടും ചാവും. എങ്കിൽ മനുവിന്റെ കൂടെ ഞാൻ ചാവും. അപ്പൊ സ്നേഹം ഉണ്ടല്ലേ? അല്ല, ഈ പുല്ലെല്ലാം ഇടിഞ്ഞു പറഞ്ഞിരിക്കുക. നിങ്ങൾ ഏറെ തൂങ്ങുമ്പോ ഇത് എന്റെ ഉച്ചയ്ക്ക് വേണ്ടി ഞാൻ ചാവല്ലോ. ചാവണടി. നീയും നിന്റെ കുടുംബവും എല്ലാരും ചാവണം. വേറൊരു പയ്യൻ വന്നപ്പോ എന്റെ ഈ ഇട്ടേക്കണ ഷർട്ട് പോലും എന്റേതാണേ ദൈവമേ. 1 ലക്ഷം രൂപ സാലറി ഉണ്ട് മനു. 1 ലക്ഷം രൂപ എന്തോലും നാളെ ഈ പെണ്ണ് കാണാൻ വരുമ്പോ ഞാൻ ഇത് മുടക്കും. എന്താ പറയും?
ഞാൻ പറയും 3 പേരോട് ഒളിച്ചോടി പോയെന്ന് പറയും. പറഞ്ഞോ, ഞാൻ കാണാൻ വരുന്നവരോട് പറഞ്ഞോളാം, നിങ്ങൾ മനഃപൂർവ്വം എന്റെ കല്യാണം മുടക്കാനായിട്ട് പറയുന്നു. നീയല്ല, നിന്റെ അമ്മ ഒളിച്ചോടി. അങ്ങനെ പറയല്ലേ, ഇങ്ങനെ കാണിച്ചോ, പക്ഷെ അങ്ങനെ പറയരുത്. ഇങ്ങനെയും കാണിക്കും അങ്ങനെയും പറയും. പറയും. ആരടി വൻ? ഞാൻ അമ്മൂനെ കാണാൻ വേണ്ടി വന്നയാ. യോ ബ്രോക്കർ പറഞ്ഞ പയ്യൻ എന്തോ നോക്കി കളിപ്പ് സാരി കൊടുക്ക്. തേങ്ങ നിങ്ങളുടെ ഉച്ചിലാണ് വീണത്, അത് മനു ആണെന്ന്. മാനും മയിലൊന്നും അല്ല, നിങ്ങളെന്തോ തളർന്ന് ചാവാൻ കിടക്കുന്നെന്ന് പറഞ്ഞിട്ട് ആ ചെടിച്ചട്ടി ഇങ്ങെടുത്താണ്. എന്തിനാ? നിന്റെ തള്ളത്തെ മണ്ടക്കിട്ട് എറിഞ്ഞു കൊടുക്കണം, അവർക്ക് ബോധമുണ്ട്. എഴുതേക്ക് അങ്ങോട്ട്. പറഞ്ഞു കൊടുത്തല്ലേ? ഞാൻ പറഞ്ഞൊന്നുമല്ല, തേങ്ങ പറക്കാൻ പോകുന്ന അവൻ കണ്ടായിരുന്നു. ഞാൻ ഇന്ന് ഇവളെ കൊണ്ടുപോകും. എടാ എന്റെ കൊക്കിനെ ജീവണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റൂല. നിങ്ങളുടെ കൊക്കോ കോഴി എന്തിനെ കൊന്നിട്ടായാലും ഞാൻ അവളെ കൊണ്ടുപോകും. കൊണ്ടുപോടാ, കൊണ്ടുപോ. നാട്ടുകാരെ മൊത്തം ഞാൻ വിളിച്ചു കൂട്ടും. വിളിക്കണം. നിങ്ങളെ വിളിച്ചില്ലെങ്കിലും ഞാൻ വിളിക്കും. എന്നിട്ട് വേണം നിങ്ങളുടെ മകളുടെ മറ്റേ മഹത്വമാണോ? താങ്ക് യു. വെൽക്കം. ആ സാധനം പറഞ്ഞു ഇവിടെ ആൾക്കാര് വരട്ടെന്ന്. എന്റെ ആവശ്യം ആൾക്കാരെ ഇങ്ങോട്ട് വന്നേ ഉണ്ണി കുറച്ച് ആരോടാ വെള്ളി വിളിക്കുന്നത്? അമ്മേ നാണം കാട്ടുകാരെ വിളിച്ചോട്ട് നമ്മൾ തന്നെ നാണം കിടും. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ മനുവിന്റെ കൂടെ മറൈൻ ഡ്രൈവ് പോയിട്ടുണ്ട്. പോണാണല്ലോ. ആലപ്പുഴ ബീച്ചിൽ പോയിട്ടുണ്ട്. കാറ്റ് കൊള്ളാൻ വന്നതല്ലടാ. തിരുവനന്തപുരം സൂ കാണാൻ പോയിട്ടുണ്ട് അമ്മച്ചി. സത്യം പറ, നീ എവിടൊക്കെ പോയിട്ടുണ്ട്? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. അത്രേ ഉള്ളൂ. ഈ നിൽക്കുന്ന നിങ്ങളുടെ മോളല്ല, കേരളത്തിന്റെ ഗൂഗിൾ മാപ്പ്. അവക്ക് അതാണ് പറ്റിയ പേര്. എന്തേലും ഒന്ന് പറഞ്ഞ അമ്മ ഒന്ന് ഒഴിവാക്കും പ്ലീസ്. ഇടി ഞാൻ എന്ത് പറഞ്ഞാൽ ആ ചെറുക്ക് നാട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടുന്നേ. അമ്മ, ഞാൻ അമ്മയുടെ മോളല്ലേ? ആയി പോയല്ലോ. ഒരു മോളല്ലേ? നാട്ടുകാർ വിളിച്ചു കൂട്ടുമ്പം അമ്മ പറയണം മനു അമ്മ കാണാൻ വന്നു. എന്റെ ഭാവി ഓർത്ത് നീ മിണ്ടെടുത്തടാ. എടി നമുക്ക് ഈ ദൃശ്യ സിനിമയിലെ വരുണ്ട തലക്കടിച്ചു കൊല്ലുന്നില്ലേ, അതേപോലെ ഇവനങ്ങ് കൊന്നാലോ? ആ കുടുംബത്തിൽ ഒരു മോഹൻലാൽ ഉണ്ടായിരുന്നു അവരെ രക്ഷിക്കാൻ. നമ്മുടെ മോഹൻലാൽ കുറഞ്ഞൊരു OPR പഠിച്ചതോ കട്ടിലിന്റെ താഴെ ഇങ്ങനെ കിടപ്പുണ്ട്. എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ അവളെ എന്നെ ഒന്ന് വിട്ടുവരുന്ന പോരുന്നങ്ങ്. ഞാൻ വരുന്നില്ല. വിട്ടു തരില്ല. വിട്ടു തരൂലേ? ഈ വീടിന്റെ മുന്നേ ഒരു 3 മാവില്ലേ? ഇല്ലായിരുന്നോ? ഉണ്ട്. ആ മാവില് ഞാൻ താണ്ട തൂങ്ങിച്ചാവും. വിളിക്കേ ആൾക്കാർ വന്ന് കാണട്ടെ ഞാൻ തൂങ്ങിക്കിടന്ന് ആടുന്നത്. ഞാൻ കണ്ട് ആസ്വദിക്കാൻ ക്രിസ്മസിന് ചാർന്ന് വിട്ടേക്കുമല്ലോ. കളിയാക്കാൻ നല്ലടി. ഞാൻ നിന്റെ അടുത്താ ചോദിച്ചത്, നീ വരുന്നോ ഇല്ലയോ? വരുന്നില്ല. വരുന്നില്ലല്ലേ? എങ്കിൽ നോക്കിക്കോ, എന്റെ ശവം നീ ഇപ്പൊ കാണും. ഞാൻ തൂങ്ങാൻ പോവുക. എന്ത് കുത്തുമിഴിഞ്ഞിരിക്കാടി, പോയി അവിടെ നിന്ന് പറഞ്ഞ് സമാധാനിപ്പിക്ക്. ഓ പ്രിയ 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 പെറ്റ വയറിന്റെ നോവ്. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ ഞാനലിഞ്ഞു. ആരാ അത്? അച്ഛൻ. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഇവക്ക് അപ്പൂപ്പനും അമ്മൂമ്മയും വല്ലതും ഉണ്ടോ? എന്റെ അറിവിലില്ല. ആ അങ്ങനത്തെ പാട്ട് കിട്ടാതെ ഇപ്പൊ നിന്ന് പുഴുത്തേനെ. എടി ഏകാന്ത നാടകച്ചി ഒന്ന് വന്നാണ്. തുടങ്ങി 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 അവളുടെ അഭിനയം തുടങ്ങി. നീ എന്റെ കൂടെ ഇറങ്ങി വരുന്നുണ്ടോ? ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനോട് ഞാന് ഇവരിത് എന്നെ പിടിക്കാൻ വിട്ടുപോയി. എല്ലാവൻ കാരട്ടെ ചെന്ന് കയറി കൊടുക്കും. കണ്ണിടിച്ചപ്പോ പൊട്ടിക്കൂ. ആ അതാ പറഞ്ഞത്. അമ്മ എനിക്ക് കുറച്ച് സമയം താ. മനു ഞാൻ പറഞ്ഞ കേക്കും. മനുവിന്റെ മനസ്സ് എനിക്കറിയാം. നമുക്ക് റൊമാൻസിൽ ഒന്ന് കയറി പിടിക്കാം. അമ്മ അകത്തോട്ടിരി. സൂക്ഷിക്കണേ. ഓ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നിന്നോടല്ല അവനോട്. മനു മനു എന്തൊക്കെയുണ്ട്? എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഞാൻ മനു ആണല്ലേ, മെനു കാർഡല്ലേ പോണം. എനിക്ക് വേണം, എനിക്ക് വേണം. ഇത് കൂട്ടുകാരന്റെ ഷർട്ടാണ്. ഇത് അതും വേണോ? എന്റെ ഒരെണ്ണം തന്നില്ലേ? നിനക്ക് എന്താണ് നിനക്ക്? ഈ ജന്മമല്ല, അടുത്ത ജന്മത്തിൽ എനിക്ക് എന്റെ മനുവിനെ വേണം. തരൂലേ? തരൂലേ? ഈ ജന്മത്തെ തന്നെന്നും പോരാ, അടുത്ത ജന്മത്തെ വിളിക്കണം. അവിടെ കിടന്ന് ഞാൻ അനുഭവിക്കണം. മനു, നമ്മൾ പ്രണയിച്ചിട്ടുണ്ട് ശരിയാണ്. പക്ഷെ ഈ പ്രണയം എന്ന് പറയുന്നത് പൊളിക്കാൻ പറ്റാത്ത അടയ്ക്കാൻ പോലാണ്. ചിലപ്പോ തെന്നിപ്പോവും, ചിലപ്പോ കിട്ടും. ഈ കയ്യാലപ്പുറത്തെ തേങ്ങ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങോട്ട് വീഴാം ഇങ്ങോട്ട് വീഴാം. മനത്ത് വീഴുന്ന മഴ പോലെ. നിർത്തടി. ഇതൊന്നും നിന്റെ കയ്യിൽ നിൽക്കൂല. നീ എന്തിനാണ് നീ ഉദ്ദേശിച്ച് വരുന്നത്? എന്താണ് നീ നാക്ക് പിടഞ്ഞു പോവും? എന്താണ് നിനക്ക്? എന്താണ് നിനക്ക് പറയാനുള്ളത്? നമ്മള് സെറ്റ് ആവൂല. അതെന്നെ പറയാനുള്ളത്. നമ്മള് സെറ്റ് ആവൂല.
എന്താ അമ്മ പറഞ്ഞേ? നീ നിസ്സാരമായിട്ട് പറഞ്ഞാൽ അത് സെറ്റ് ആവൂലെന്നല്ലേ? നിന്റെ വാക്കും കേട്ട് ഞാനും നീയുമായിട്ടുള്ള ഒരു ലോകം ഞാൻ സ്വപ്നം കണ്ട് ഇപ്പൊ എനിക്ക് തോന്നുക അത് വെറും സ്വപ്നം മാത്രമാണെന്ന്. ഈ പെണ്ണുങ്ങളെ ചതിച്ചിട്ട് പോകുമ്പോഴേ എല്ലാ കാമുകന്മാരും പ്രാർത്ഥിക്കും അവളുമാര് നശിച്ചു പോണേ ഒരിക്കലും രക്ഷപ്പെടല്ലേ എന്ന്. ഞാനങ്ങനെ പ്രാർത്ഥിക്കൂല. നീ എവിടെയാണെന്നെങ്കിലും രക്ഷപ്പെടണം. ദേ ഈ മുറിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ നീ എനിക്ക് വെറും ഓർമ്മയാ. ഒരിക്കലും ഞാൻ നിനക്ക് ശല്യമായിട്ട് വരൂല. മനു വേണ്ട, ഞാൻ പോവുക. അയ്യോ എന്താ 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 എന്താണ്? നമ്മൾ പറഞ്ഞവൻ കേട്ടില്ലല്ലോ, അവന് ഞാൻ. അയ്യോ അയ്യോ ദൈവമേ, മര്യാദക്ക് സ്വന്തമായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി പോയവരാണ് ഇതേട്ട് അടിച്ചിട്ടേക്കുന്നത്. ദേ ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് കൊലപാതക ശ്രമമാ. നിങ്ങളുടെ പേര് പോലീസ് കേസെടുക്കും കണ്ടാണോ? എന്റെ പേരിലോ? അല്ല, അതിനിവിടെ ആരാ പോലീസിന് വിളിക്കാൻ പോണത്? ഞാൻ വിളിക്കും പോലീസിനെ. തലക്കടിച്ചാനല്ലയോ? തലക്കടിച്ചതിനല്ല, 3 ദിവസം ഉറക്കൊളച്ചിട്ടാണ് ആ പ്രണയത്തിന്റെ ഡയലോഗ് ഞാൻ പഠിച്ചത്. അത് തള്ളയും മോളും കൂടി പുല്ല് വില തന്ന് അതിന് ഞാൻ പോലീസിനെ വിളിക്കും. മനു മനുവല്ല കുരു പോലെയുള്ളത്.